സെന്റർ യൂത്ത് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള സംഗീത സന്ധ്യയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ വഴികളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിതിൽ സംബന്ധിക്കുന്നതായിട്ടുള്ള വിശിഷ്ട അതിഥിയായിരിക്കുന്ന ശ്രീ തോമസ് മാത്യു സാർ, യു എ സെന്റർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഷിജു മാത്യു അച്ഛൻ, കുവൈറ്റ് ഇടവക വികാരി ആയിരിക്കുന്ന ജോൺ മാത്യു അച്ഛൻ, ദോഹ ഇടവകയുടേതായ വികാരി ആയിരിക്കുന്ന ജേക്കബ് തോമസ് അച്ഛൻ, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകന്മാരെയും സേവനിമാരെയും യു എയിലും അതുപോലെ തന്നെ GCCയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തില് ഉള്ള സ്നേഹവന്ദനത്തെ ആമുഖമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ UAE സെന്റർ യൂത്ത് യൂണിയനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിക്കണം, അനുഗ്രഹിക്കണം. അതിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട സജിയച്ചനായിട്ട് സ്തോത്രം. അതിന്റെ മറ്റ് ചുമതല വഹിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളും നിറച്ച് സഹായിച്ചാട്ട് ഇന്നത്തെ ഈ ഗാനസന്ധ്യ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവമേ അവിടെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ഗാനങ്ങൾ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഇതിന്റെ ആത്മീയ അർത്ഥങ്ങളെ യഥാർത്ഥമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെയും വിജയകരമായി മുമ്പോട്ട് നയിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കി സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവരി ക്രൂശി യാഗമായി തീർന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ അബുദാബി യൂത്ത് യൂണിയനെ ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന ശ്രീ തോമസ് മാത്യു സാർ രചിച്ച ഇംഗ്ലീഷ് ഗാനം ആലപിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Praise the Lord. Oh, to Jesus I surrender all. To Him I freely give. I will ever love and trust in Him. His presence daily live. I surrender all. I surrender all to Thee, my blessed Savior. I surrender.
COVID-19 എന്ന മഹാമാരിയുടെ കാലയളവിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ആ സമയത്ത് UAE സെൻട്രൽ യൂത്ത് യൂണിയനായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ച വഴികളെ ഓർത്ത് നന്ദിയോടെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് ഏവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ, സാലോ. എന്താണ് സാലോ? ഇതെല്ലാവർക്കും അറിയാം, ഇതൊരു ഗ്രീക്ക് വേർഡാണ്. ഇതിന്റെ മീനിങ് ടു സിംഗ് പ്രൈസസ്, സ്തുതി കരയേറ്റുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇന്ന് രാത്രി സ്തുതി കരയേറ്റുവാൻ വേണ്ടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണല്ലോ എടുത്തിരിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ പാടണമെന്നും പാട്ടിൻ്റെതായിരിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നും വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ആത്മാവിൽ പാടണം, ആത്മ നിറവിൽ പാടുവാൻ കഴിയണം. പാടുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നു, ഹൃദയത്തിൽ പാടണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോട് പാടണമെന്നാണ് അതിന്റെ അർത്ഥം. ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും പാടുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, തൊണ്ട കൊണ്ടും അതരം കൊണ്ടും നമുക്ക് ഗാന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഹൃദയം കൊണ്ട് പാടുവാൻ കഴിയണം. നമ്മുടെ ഹൃദയം പാട്ടിൽ അലിഞ്ഞു ചേരുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അനേക ഭക്തരുടേതായ ഗാനങ്ങൾ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും രൂപം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഞാനും നിങ്ങളും അതിന്ന് പാടി ബലം പ്രാപിക്കുന്നതും ആശ്വാസം കണ്ടെത്തുന്നതും ആത്മീയമായ വർധന പ്രാപിക്കുന്നതും വിശ്വാസത്തിൽ വളരുവാൻ ഇടയാകുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ വിശിഷ്ട അതിഥി ആയിരിക്കുന്ന ശ്രീ തോമസ് മാത്യു സാർ രചിച്ച അനേക ഗാനങ്ങൾ ഇന്നും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ പാടിയതായിരിക്കുന്ന പാട്ടുകളാണ്. ജീവിത അനുഭവത്തിൽ കൂടെ പാടുന്ന പാട്ടുകൾ, അതാണ് ഹൃദയത്തിൽ നിന്ന് പാടുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നാളുകൾ കഴിയുമ്പോഴും അത് അനേകർ ഓർക്കുവാൻ, അനേകർക്ക് പാടി ബലം പ്രാപിപ്പാനായിട്ട് സാധിക്കും. പാട്ടുകൾ പാടുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തമ്മിൽ പഠിപ്പിച്ചും, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ആത്മീക വർധനവ് വരുത്തണം. പ്രിയരെ, ഇന്ന് രാത്രി ഈ കോവിഡ് കാലയളവിൽ സാലോ 2021 സംഗീത സായാഹ്നത്തിൽ ആയിരിക്കുന്ന ഏവർക്കും ആശ്വാസവും ബലവും പ്രാപിക്കുന്നതിനും വിശ്വാസത്തിൽ വളരുന്നതിനും ആത്മീക വർധന വരുത്തുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും ഈ പ്രോഗ്രാമിൽ കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പരിക്ഷീണിതനാണ്, എല്ലാവരും എന്നെ ചൂഷണം ചെയ്യുന്നു, ഞാൻ പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രതിസന്ധിയിൽ ചിലപ്പോഴെങ്കിലും ഈ ചിന്തയിലൂടെ കടന്നുപോയിട്ടില്ലേ? ആ സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ചൂടേറിയ മരുഭൂജാത്രയിൽ ജീവജലം എന്നിൽ പകർന്ന് നിന്റെ ആത്മാവ് എന്നിൽ നിറച്ച് എന്നെ നയിക്കണമേ. എവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല, എന്നെ നയിച്ചാലും യേശുവേ എന്ന സന്ദേശമാണ് ഈ ഹിന്ദി ഗാനത്തിലൂടെ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, റാസൽ കൈമ പാരിഷ് യൂത്ത് യൂണിയൻ ദൈവനാമഹത്വത്തിനായും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നത്. पवित्र आत्मा मेरे दिल में आ, पवित्र आत्मा मेरे दिल में आ, तेरे जीवन को तू ही चला, मेरे जीवन को
भरोसा, टूट गया हूँ मैं, जीवन का क्या है भरोसा, धोखे पर धोखा है सारा जहां, जाऊं तो जाऊं कहाँ, जाऊं तो जाऊं कहाँ, पवित्र आत्मा मेरे दिल में आ, पवित्र आत्मा मेरे दिल में आ। थक चुका हूँ मैं, जीवन का तू ही सहारा, थक चुका हूँ मैं, जीवन का तू ही सहारा, जीवन के सफर पे तू है मसीहा, जाऊं तो जाऊं कहाँ, जाऊं तो जाऊं कहाँ, पवित्र आत्मा मेरे दिल में आ, पवित्र आत्मा मेरे दिल में आ। प्यासा आया हूँ मैं, मुझको तो जल पिला, प्यासा आया हूँ मैं, मुझको तो जल पिला, जीवन का श्रोता है तू ही मसीहा, जाओ तो जाओ कहाँ, जाओ तो जाओ कहाँ, पवित्र आत्मा मेरे दिल में आ, पवित्र आत्मा मेरे दिल में आ, मेरे जीवन को तू ही चला, मेरे जीवन को तू ही चला, पवित्र आत्मा मेरे दिल में आ, पवित्र आत्मा मेरे दिल में आ। ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. UAE സെന്റർ യൂത്ത് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു മ്യൂസിക്കൽ ഈവനിങ് ശാലോ എന്ന നാമധേയത്തിൽ നടത്തുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സംഗീതം ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വാക്കോ അല്ലെങ്കിൽ അതിന്റെ ഈണമോ മതി ഒരാളുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കുവാൻ. സുവിശേഷീകരണത്തിന്റെ സാക്ഷികളായ നാം ഓരോരുത്തർക്കും സ്വയം ക്രിസ്തുവിൽ ശക്തിപ്പെടുവാനും മറ്റുള്ളവരെ ദൈവസ്നേഹത്തിന്റെ ഭാഗവാക്കാക്കുവാനുമായി ക്രൈസ്തവ ഭക്തന്മാർ അനേക ഗാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ജീവിത അനുഭവങ്ങളുടെ ഒരു പകർപ്പാണ് പല ഗാനങ്ങൾക്കും പറയുവാനുള്ളത്. അത് നാം പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. പ്രസംഗത്തിനും വേദപുസ്തക പഠനങ്ങൾക്കും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിൽ വിജയം കണ്ടെത്താനാകാത്ത ഇടങ്ങളിൽ ക്രമപ്പെടുത്തിയ ഈണങ്ങൾക്ക് അതിന്റെ ഫലമുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപിൽ ചെങ്കടൽ ആർത്തിരച്ചാൽ എതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ, ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. 2020 നമ്മുടെ UAE സെന്റർ കൺവെൻഷനിലും അതുപോലെ നമ്മുടെ ഇടവകൾ നടത്തിയ കൺവെൻഷനുകളിലും പല ആവർത്തി നാം പാടുകയും കേൾക്കുകയും ചെയ്ത ഈ വരികളുടെ സൃഷ്ടി ഇന്ന് നമ്മോട് കൂടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവ കൈരളിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ടാക്കിയ പാട്ടുകളുടെ ശില്പി ബഹുമാനപ്പെട്ട തോമസ് മാത്യു സാറിനെ ക്ഷണിക്കുവാൻ
യുവതലമുറയിൽ ഒരാൾ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ അനേക കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയാണ് പ്രിയ സാറിന്റെ ബാല ബുക്ക്ലെറ്റുകൾ ലഭിക്കുന്നതിനും അതിലൂടെ യേശു കർത്താവിനെ അറിയുന്നതിനു വേണ്ടിയും. മടുത്തു പോകാതെ കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോകുന്ന പ്രിയ സാറിനെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കർത്താവിനെ പാടി ഘോഷിക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹല്ലേലൂയ വോയിസ്. 1990 കുന്നംകുളത്ത് തുടങ്ങിയ ഹല്ലേലൂയ മിനിസ്ട്രിയുടെ ഭാഗമായ ഹല്ലേലൂയ വോയിസ് സുവിശേഷ പ്രവർത്തനത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി വരുന്നു. ഒട്ടനവധി പ്രൊഫഷണൽ സിംഗേഴ്സിന്റെ കൂടെ വേദി പങ്കിട്ട ഒരാളാണ് ഈ ടീമിന്റെ ലീഡർ, ഇന്ന് കീബോർഡ് പ്ലേ ചെയ്യുന്നതുമായ ബ്രദർ റോൺ റിച്ചിൽ. സംഗീത ലോകത്തെ ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും തങ്ങളുടെ കരിയർ ഉറപ്പിക്കാമായിരുന്ന ഇവർ ഇന്ന് കേരളത്തിനും വെളിയിലും അനേക വേദികളിൽ ക്രിസ്തുവിന്റെ സ്നേഹം മാത്രം പാടി പുകഴ്ത്തുന്നു. നാം ഓരോ യുവാക്കൾക്കും ഇവരൊരു മാതൃക കൂടിയാണെന്ന് ഞാൻ സന്തോഷത്തോടെ അറിയിക്കട്ടെ. റോൺ ബ്രദറിനോടൊപ്പം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ബ്രദർ ജിയോ ആന്റണിയും സിസ്റ്റർ അബിനി സാജനുമാണ്. ഒത്തിരി സ്നേഹത്തോടെ ഹല്ലേലൂയ വോയിസ് ടീമിനെ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നിൽ നല്ല ഫലം നിറപ്പാൻ
കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നീറപ്പാൻ അവൻ വെട്ടിയിണച്ചെന്നെ നല്ലൊലിവിൻ തരൂ ഓടതു ചിന്തിച്ചെന്നു അവൻ വെട്ടിയിണച്ചെന്നെ നല്ലൊലിവിൻ തരൂ ഓടതു ചിന്തിച്ചെന്നു പാടും ഞാനേശുവിനും ജീവൻ പോളം നന്ദിയോടെ ജീവൻ പോളം നന്ദിയോടെ കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും തന്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഒപ്പതിമോദമോടെ തന്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഒപ്പതിമോദമോടെ പാടും ഞാനേശുവിനും ജീവൻ പോളം നന്ദിയോടെ ജീവൻ പോളം നന്ദിയോടെ
സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ യേശുവേ കാൽവരിയിൻ സ്നേഹമോർക്കുമ്പോ കണ്ണുകൾ നിറയും എൻ്റെ പ്രിയനേ കാൽവരിയിൻ സ്നേഹമോർക്കുമ്പോ കണ്ണുകൾ നിറയും എൻ്റെ പ്രിയനേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ 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 വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത സന്ദേശം ജീവിത അനുഭവങ്ങൾ കൂടെ പങ്കുവെക്കുകയും ചെയ്തതായിട്ടുള്ള അത് മാത്രവുമല്ല 1978 ആദ്യമായി രചിച്ച എൻബ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ അതിന്റെ ആംഗലേയ വിവർത്തനമായിരിക്കുന്ന വിലൗഡ് ജീസസ് ഇസ് ഹോൾഡിംഗ് ഇൻ മൈ റൈറ്റ് ഹാൻഡ് അതുപോലെ തന്നെ ആപത്ത് വേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്ത എന്നേശുവേ മൽപ്രിയനെ എന്നേശു നായകനെ ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്നീ 48ഓളം ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ച മിസ്റ്റർ തോമസ് മാത്യു സാറിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ദൂത് നൽകുന്നതിനും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യുഎഇയിലെ വിവിധ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഇടവകളുടെ യൂത്ത് യൂണിയൻസിന്റെ ആഭിമുഖ്യത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതായ സംഗീത സായാഹ്ന പ്രോഗ്രാമിൽ സന്നിഹിതരാകുവാനും പ്രിയ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാനും ബലഹീനനായി എനിക്ക് ലഭിച്ച സന്തോഷ സമർത്ഥമായ സന്ദർഭത്തെ ഓർത്ത് സ്വർഗീയ കർത്താവിന് കോടാനുകൂടി സ്തുതി സ്തോത്രങ്ങളും കൃതജ്ഞതയും ആരാധനയും മഹത്വമർപ്പിക്കുന്നു. സരിഗമ പദനിസ പോലും ഇതുവരെയും കൂട്ടി പാടാൻ പഠിച്ചിട്ടില്ലാത്ത യാതൊരു സംഗീത ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുവാൻ നൈപുണ്യം ആർജിച്ചിട്ടില്ലാത്ത ബലഹീനനായ എന്നെ ഈ അനുഗ്രഹീതമായ പ്രോഗ്രാമിൽ സന്ദേശം നൽകുവാൻ ക്ഷണിച്ച പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ഭാരവാഹികളായ എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും അൽമായ പ്രമുഖർക്കും വിശിഷ്യ സജീച്ചനും
സെക്രട്ടറി ആയി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സുബിൻ വർഗീസിനും സവനിയും ഞാൻ സമർപ്പിക്കുന്നു കൃതജ്ഞതയുടെ കൂപ്പുകൈ. ബഹുമാനപ്പെട്ട സയ്യച്ചൻ എന്നെ പരിചയപ്പെടുത്തിയ വാക്കുകൾക്ക് മുമ്പിൽ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നമ്രസരസ്കനാകുകയാണ്, തലവണക്കുകയാണ്. അച്ഛൻ പരാമർശിച്ചതായിട്ടുള്ള ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് രചിച്ചത് എന്ന് സംഗീതം പഠിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കുമെന്നൊക്കെയും നിങ്ങൾ സന്ദേഹിച്ചിട്ടുണ്ടാവാം. ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളം ഉരുകി നിറകണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവം പ്രിയൻ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ബലഹീനനായ എൻ്റെ നാവിന്മേൽ മുൻപ് കേട്ടിട്ടില്ലാത്ത പുതുപുത്തൻ രാഗങ്ങൾ പ്രദാനം ചെയ്യുന്നു. താമസമന പ്രസ്തുത രാഗങ്ങൾക്ക് അനുയോജ്യമായ മലയാള പദങ്ങളോ ഇംഗ്ലീഷ് പദങ്ങളോ ഒക്കെ നൽകി ഗാനങ്ങൾ ചമയ്ക്കുവാൻ കൃപ പകരുകയും ചെയ്യും. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ സ്വന്തം കരങ്ങളിലേന്തി 100 ക്രിസ്തീയ പാട്ടുകൾ പാടി ഉറക്കിയും ഉണർത്തിയും വളർത്തിയ എന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും സ്നേഹസ്മരണകൾക്ക് മുന്നിൽ സുവിശേഷ ഗാനധ്വനിയിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ മാരാമൺ കൺവെൻഷൻ ഗായക സംഘ നേതാവായിരുന്ന പരിയതനായ KP പിലിപ്പച്ചന്റെ ബഹുമാന്യ സ്മരണകൾക്ക് മുന്നിൽ 1000 കണ്ണുനീർപ്പൂക്കൾ ഇത്തരണത്തിൽ സമർപ്പിക്കുകയാണ്. ദൈവകൃപയെ ഞാൻ എവിടെ പോയിരുന്നാലും ശത്രുവാകുന്ന സാത്താൻ എനിക്കെതിരെ അടരാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എന്റെ ഇൻവേർട്ടർ കേടായി. എന്നെ സഹായിക്കാൻ എത്തിയ കോളിൻസിന്റെ സഹകരണത്തോടുകൂടെ അദ്ദേഹം സജ്ജീകരിച്ചിരിക്കുന്ന ചെറിയ വിളക്കുകളുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങളെ ഇപ്പോൾ അഭിസംബോധന ചെയ്യാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇൻവെർട്ടർ കേടായിപ്പോയത്. എങ്കിലും ദൈവത്തിന്റെ മഹത്വം. പ്രതിസന്ധികളിൽ പതറാതെ പ്രലോഭനങ്ങൾ വെഴുതി വീഴാതെ ഇത്രത്തോളം അതിശയകരമായി അത്ഭുതകരമായി മുന്നോട്ട് നയിച്ച എന്റെ ആത്മനാഥൻ നിങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് അഭിസംബോധന ചെയ്യുവാനുള്ള അമേസിംഗ് ഗ്രേസ് എന്നിൽ പകരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ആംഗലേയ സാഹിത്യത്തിലെ അഖില ലോക പ്രശസ്തി ആർജിച്ച PB ഷെല്ലി എന്ന കവി ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് ദാറ്റ് ടെൽ സാഡസ്റ്റ് തോട്ട്സ്. ദുഃഖനിമിത്തമായിട്ടുള്ള ചിന്തകളെ പ്രസ്പഷ്ടമാക്കുന്നതാണ് മാധുര്യ ഗാനങ്ങൾ. ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദിന്റെ പ്രധാന സംഗീത വിദഗ്ധനായിരുന്നു ആസാഫ്. ആസാഫിന്റെ സാക്ഷ്യവാചകങ്ങൾ കോർത്തിണക്കിക്കൊണ്ടെന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആസാഫ് പ്രത്യാശയോടെ പ്രസ്താവിക്കുന്നു: എന്റെ ദൈവമായ കർത്താവിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു, അവിടുത്തെ ആലോചനയാൽ എന്നെ മുന്നോട്ട് നടത്തും, പിന്നെത്തിയതിൽ മഹത്വത്തിലേക്ക് എന്റെ കൈക്കൊള്ളും. സങ്കീർത്തനക്കാരനായ ആസാഫ് യെരുശലേം ദേവാലയത്തെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ആത്മീയ ആരാധനയിലേക്ക് അനയിക്കുവാൻ ദൈവമായ കർത്താവ് അവിടുത്തെ അമിത കൃപാ ദൈവദാസനിൽ പകർന്നു. സ്വന്തമായി മ്യൂസിക് സ്കൂൾ നടത്തിയ അനേക വിദ്യാർത്ഥിനികളെ മനോഹാരിതമായിട്ടുള്ള ഭക്തി നിർഭരമായ ഗാനങ്ങൾ പരിശീലിപ്പിച്ച് അവരെയും സംഗീത ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിച്ച ദൈവദാസനായിട്ടുള്ള ആസാഫിന്റെ ജീവിതത്തിൽ അനവധി സാഡസ്റ്റ് തോട്ട്സ് കടന്നു വന്നു. പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്തവനായി ആസാഫ് പതറുന്നതായി കാണാൻ കഴിയും. 2-ാം വചനത്തിൽ 73-ാം സങ്കീർത്തനം 2-ാം വചനം വായിക്കുമ്പോൾ ആസാഫ് പതറുന്നതായിട്ട് കാണാൻ കഴിയും. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആസാഫ് ദുഷ്ടന്മാരോട് അസൂയ ഉള്ളവനായി തീരുന്നതായിട്ട് കാണാൻ കഴിയും. 13-ാം വചനം വായിക്കുമ്പോൾ അടുത്ത സാഡസ്റ്റ് തോട്ട്സ് ആസാഫിനെ വേദനിപ്പിക്കുന്നതായി വ്യക്തമായി കാണുന്നു. ഞാൻ കുറ്റമില്ലായ്മയുടെ കൈകളെ കഴുകിയത് വ്യർത്ഥമേ, എന്റെ ദൈവമായ കർത്താവിനെ സേവിച്ച് ത്യാഗോജ്വലമായി മുന്നേറുവാൻ ഇടയായത് കൊണ്ട് ഒരു പ്രയോജനവും കാണുന്നില്ല എന്ന് സ്വയം പശ്ചാത്തപിച്ച് അനുദപിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ആസാഫായിത്തീരുന്നു. അങ്ങനെ നിരാശയോടുകൂടിയും പതറിച്ചയോടുകൂടിയും അസൂയോടുകൂടിയും
ആസാപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ 3 തരത്തിലുള്ള സാഡസ്റ്റ് തോട്ട്സ് ആസാപ്പിനെ വേദനിപ്പിക്കുകയാണ്. അങ്ങനെ ആസാപ്പ് ദൈവസന്നിധിയിൽ ചെല്ലുന്നു, മുട്ടുമേൽ വീണ് പൊട്ടിക്കരയുന്നു. തത്സമയത്ത് ആസാപ്പിന്റെ സാഡസ്റ്റ് തോട്ട്സിനെ സ്വീറ്റസ്റ്റ് തോട്ട്സ് ആക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആസാപ്പിനെ ശക്തീകരിക്കുന്നു. ആസാപ്പ് ദൈവശബ്ദം കേൾക്കുന്നു. മോനെ ആസാപ്പേ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ നിന്നെ എന്റെ ആലോചനയാൽ മുന്നോട്ട് നയിക്കും. പിന്നത്തേതിൽ ഞാൻ നിന്നെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും. ആസാപ്പിന്റെ സാഡസ്റ്റ് തോട്ട്സിനെ മുഴുവനും നിർവീര്യമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആസാപ്പിന്റെ ഹൃദയത്തിൽ സ്വീറ്റസ്റ്റ് തോട്ട്സ് നിറച്ചുകൊണ്ട് പ്രത്യാശ നിർഭരതയോടുകൂടി ആസാപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആസാപ്പ് പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കുന്നു, എന്റെ ദൈവമായ കർത്താവിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. അവിടുത്തെ ആലോചനയാൽ എന്നെ മുന്നോട്ട് നയിക്കുന്നു. പിന്നത്തേതിൽ എന്റെ കർത്താവ് മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളുന്നു. ആസാപ്പിന്റെ പ്രത്യാശ നിർഭരമായ സാക്ഷ്യത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് ബലഹീനനായി ഞാനും സാക്ഷിക്കട്ടെ. 6-ാം വയസ്സിൽ വള്ളി നിക്കിറക്കിയിട്ടുണ്ടോ നടക്കുന്നതായിട്ടുള്ള സമയത്ത് വീടിന്റെ തെക്ക് ഭാഗത്ത് നിന്നിരുന്ന ഒരു മുരിങ്ങ വൃക്ഷത്തിൽ കയറി ഞാൻ പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സ്ഥാനത്ത് പ്രിയ കർത്താവ് 120 പേർക്ക് ഇരിക്കാവുന്ന ഒരു പ്രാർത്ഥനാലയം പണിത് ഉയർത്തി തന്നിരിക്കുകയാണ്. പോസ്റ്റ് ഗ്രാജുവേഷന് ഫാത്തിമ കോളേജ് കൊല്ലം സിറ്റിയിലെ ഫാത്തിമ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലം പട്ടണത്തിലെ ഒരു ലോഡ്ജിൽ താമസിച്ചു പഠിക്കാനായിട്ടിടയായി. അടവിത്തരക്കിനിടയിൽ എന്ന ഗാനത്തെ അനുകരിച്ചുകൊണ്ടൊരു ഗാനം കമ്പോസ് ചെയ്യുവാനായിട്ടിടയായി. ദൈവത്തിന്റെ മഹത്വം. തൊട്ടടുത്തുള്ള ഓർഫനേജിൽ താമസിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോയി ഞാൻ പഠിപ്പിച്ചു. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊല്ലം പട്ടണത്തിലെ എല്ലാ സഭാവിഭാഗങ്ങളുടെയും സഹൃദത്തോടുകൂടി ഒരു മഹായോഗം നടത്തപ്പെട്ടു, കൺവെൻഷൻ യോഗം നടത്തപ്പെട്ടു. ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ ഞാനും എന്റെ സഹപാഠിയും കൂടെ കടന്നു ചെന്നു. ഖോയർ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ദൈവവയ്യാൻ ഞാൻ കമ്പോസ് ചെയ്ത അടവിത്തരക്കിനിടയിൽ ഒരു നാരകമെന്ന മണ്ണം എന്ന പാട്ടിനെ അനുകരിച്ചുകൊണ്ട് എഴുതിയ ആ പാട്ടിന്റെ വരികൾ ഖോയർ വളരെ മനോഹാരിതമായ രീതിയിൽ പാടുന്നത് കേട്ടപ്പോൾ എന്റെ ഉള്ളം സന്തോഷത്താൽ നിറഞ്ഞ പ്രിയ കർത്താവിനെ മഹത്വം കരയറ്റി. ഞാൻ മുട്ടുമേൽ വീണ കർത്താവിന്റെ സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിച്ചു. അതിനെ തുടർന്ന് എന്റെ വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു മറ്റൊരു ഗാനത്തെയും അനുകരിക്കാതെ ദൈവവരിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഗാനം കമ്പോസ് ചെയ്യുവാൻ ഇടയായി തീരണമെന്ന്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നല്ല മാർക്കോടെ പാസ്സായി. കാനറ ബാങ്കിൽ നിയമം ലഭിച്ചു. അമ്പലവേൽ എന്ന സ്ഥലത്ത് ഞാൻ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ 6 കിലോമീറ്റർ അകലെ വാഴവറ്റ എന്ന സ്ഥലത്തെ റോമൻ കത്തോലിക്ക പള്ളിയിലെ വികാരിയച്ഛൻ അദ്ദേഹം സജ്ജീകരിച്ചിരുന്ന കുട്ടികളുടെ കോൺഫറൻസിൽ മുഖ്യപ്രസംഗനായി ബലഹീനനായി എന്നെ ക്ഷണിച്ചു. 1977 ഏപ്രിൽ മാസം 17-ാം തീയതി അന്നൊരു ഞായറാഴ്ച ആ റോമൻ കത്തോലിക്ക പള്ളിയിൽ വികാരിയച്ഛൻ ക്രമീകരിച്ച സൺഡേ സ്കൂൾ കോൺഫറൻസിൽ പ്രസംഗനായി കടന്നു പോകുവാൻ ലോഡ്ജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം യാത്രയായി. അച്ഛനെ ഓർമ്മിപ്പിച്ചിരുന്നു 6 കിലോമീറ്ററോളം നടക്കണം. അന്നൊക്കെ വയനാട് വികസിതമല്ലായിരുന്നു. കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഗ്രാമീണ പാതയിൽ കൂടെയാണ് ഗ്രാമീണർ നടന്നുപോയിക്കൊണ്ടിരുന്നത്. ബാങ്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി പോകേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ ആദിവാസി കുടുംബത്തിൽപ്പെട്ട വയനാട്ടുകാരനായ സബ് സ്റ്റാഫ് കുഞ്ഞിരാമനും കടന്നു വരുമായിരുന്നു. കയറ്റങ്ങളൊക്കെ കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ കുഞ്ഞിരാമൻ ആദ്യം കയറും, വലങ്കരം പുറകോട്ട് നീട്ടിത്തരും. കുഞ്ഞിരാമന്റെ വലങ്കരത്തിൽ ഞാൻ കയറി പിടിക്കും. ട്രെയിനിന്റെ എഞ്ചിൻ ബോഗിയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ കുഞ്ഞിരാമൻ എന്നെ വലിച്ചുകൊണ്ടു പോകും. എന്നാൽ റോമൻ കത്തോലിക്ക പള്ളിയിലെ വികാരിയച്ഛന്റെ ക്ഷണപ്രകാരം എത്തേണ്ടതായിട്ടുള്ള പ്രോഗ്രാമിൽ സഹായിയായി കുഞ്ഞിരാമനെ വിളിക്കുവാൻ ബാങ്കിന്റെ ഔദ്യോഗിക നിയമം അനുവദിക്കുന്നില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു 2 മണിക്കൂറെങ്കിലും നടക്കേണ്ടതായിട്ട് വരും. എന്നാൽ സമതല പ്രദേശമായി കരുനാഗപ്പള്ളിയിൽ ചെലുത്തപ്പെട്ട എനിക്ക്
വയനാട്ടിലെ കയറ്റങ്ങളും ഇറക്കമുള്ള ഗ്രാമീണ പാതകളിൽ കൂടെ നടന്നു പോകുന്നത് ദുഷ്കരമായി അനുഭവപ്പെട്ടു എന്നുള്ളത് കൊണ്ട് 1 മണിക്കൂറുടെ നേരത്തെ ഞാൻ യാത്രയായി. എന്റെ ഇടത്തെ കയ്യിൽ ഭാരമുള്ള ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. നിറച്ചും ബാലബുക്കലെറ്റുകളായിരുന്നു. വലങ്കരത്തിൽ നിവൃത്തി ഇവിടെയും ഉണ്ടായിരുന്നു. ഏകാന്തപഥികനായി കട്ടിയായി കോടമഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ആ സാഹചര്യത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറി ഇറങ്ങി ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു. ഒരു ഭാഗത്ത് കറുത്ത വികൃതമായ പാറക്കെട്ടുകൾ കാണാമായിരുന്നു. ഏകദേശം പകുതി ദൂരമായപ്പോഴത്തേക്കും ക്ഷണിച്ചു തറന്നു. ഒരു ചുവട്ടിടി പോലും മുന്നോട്ട് വയ്ക്കുവാനായിട്ട് എനിക്ക് നിവൃത്തിയാകുന്നില്ല. ശരീരമാസകലം വെന്ത് വിയർത്ത് വേദനിക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കിട്ടാൻ മാർഗമില്ല. അത്രമാത്രം ദാഹത്താൽ ഞാൻ വിവശനായി. എതിരെ ഒരു വയനാട്ടുകാരൻ വന്നുകൊണ്ടിരുന്നു. അയാളെന്ന് മനസ്സിലായി. ഇനിയും ഞാൻ 3 കിലോമീറ്റർ നടന്നു പോകണം. പകുതി ദൂരം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഞാൻ മുന്നോട്ട് നോക്കി. മൂടൽ മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന വയനാടൻ മലനിരകൾ വിഘ്നങ്ങളായി നിലകൊള്ളുന്നു. പുറകോട്ട് നോക്കി. ഞാൻ പിന്നിട്ട ചെമ്മൺ പാത. മുമ്പോട്ട് പോകാനോ പുറകോട്ട് പോകാനോ നിവൃത്തിയില്ലാതെ ഞാൻ ഭാരപ്പെടുകയാണ്. ശരീരമാസകലം വെന്ത് വിയർത്ത് വിവശനായി തീർന്നതായിട്ടുള്ള ബലഹീനനായി ഞാൻ പാതയോരത്തെ കൊച്ചു പാറപ്പുറത്ത് കയറിയിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിപ്പാൻ തീരുമാനിച്ചു. തത്സമയം 73-ാം സങ്കീർത്തനം 23-ഉം 24-ഉം സ്മരണയിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകി. ഞങ്ങളുടെ ബാങ്ക് പ്യൂണായിട്ടുള്ള കുഞ്ഞിരാമൻ വലങ്കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള കാര്യം ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. ആസാപ്പിന്റെ ദൈവമേ, അങ്ങയുടെ വലങ്കരം എനിക്ക് വേണ്ടി നീട്ടിത്തരണമേ. കൃത്യസമയത്ത് യോഗസ്ഥലത്ത് എത്തിച്ചേരുവാൻ സഹായിക്കണമേ. പകുതി ദൂരം നടന്നെത്തുവാൻ കർത്താവേ, ഇത്രമാത്രം ഞാൻ പാടുപെടുകയാണ്. വാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞു. 8:30 മണിക്കായി. 1 മണിക്കൂറിൽ എങ്ങനെ ഞാൻ കൃത്യസമയത്ത് വയനാടൻ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഗ്രാമീണ പാതയിൽ കൂടെ നടന്ന് യോഗസ്ഥലത്ത് എത്തിച്ചേരും. ഉത്കണ്ഠയാൽ ഉലഞ്ഞുകൊണ്ട് വീണ്ടും പ്രാർത്ഥന തുടർന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മോനെ മോനെ എന്ന് വിളിക്കുന്ന ശാന്താർദ്രമായ ശബ്ദം എന്റെ കാതുകൾ മുഴുങ്ങിക്കെട്ടു. ആരാണ് എന്നെ വന്ന് വിളിക്കുന്നറിയാൻ വേണ്ടി കട്ടിയായി പെയ്തുകൊണ്ടിരിക്കുന്ന കോടമഞ്ഞിൽ കൂടെ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ കർത്താവിൽ പ്രിയരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ദർശനം കാണുവാനായിട്ടിടയായി. എന്റെ രമദാനന്റെ വെളുത്ത് ചുവന്നാണിപ്പോഴത്തെ ഏറ്റ പൊൻകരം എനിക്ക് വേണ്ടി കോടമഞ്ഞിൽ കൂടെ നീട്ടപ്പെടുന്നു. എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുമാർ ആ വലങ്കരം എന്റെ വിയർത്തു കൂതുന്ന വലങ്കരത്തിൽ വന്ന് പിടിച്ചു. തത്സമയം എന്റെ ശരീരത്തിന്റെ ക്ഷീണവും വേദനയൊക്കെ മാറി പുതുശക്തിയും പുതിയ ബലവും ഞാൻ പ്രാപിച്ചു. ഇടത്തെ കയ്യിൽ ഞാൻ എടുത്തിരുന്ന ഭാരമുള്ള ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് വലങ്കരത്തിൽ നിവർത്തി കൂടെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ പ്രിയ കർത്താവ് നിമിഷങ്ങൾക്കുള്ളിൽ പകർന്നു. മുൻപ് കേട്ടിട്ടില്ലാത്തൊരു പുതുപുത്തൻ രാഗം പ്രിയ കർത്താവിന്റെ നാവിൽ പ്രദാനം ചെയ്തു. 1-2 മിനിറ്റുകൾക്കുള്ളിൽ എന്റെ അരുമനാഥന്റെ വലങ്കരം എന്റെ വിയർത്തു കുതിർന്ന കരത്തിൽ വന്ന് പിടിച്ച മാത്രയിൽ തന്റെ ശരീരത്തിന് ക്ഷീണവും വേദനയൊക്കെ മാറി പുതുശക്തിയും പുതിയ ബലവും ഞാൻ പ്രാപിച്ചു. മുൻപ് കേട്ടിട്ടില്ലാത്ത പുതുപുത്തൻ രാഗത്തിൽ എന്റെ നാവ് നിയന്ത്രണം വിട്ട് പാടുകയും നിമിഷങ്ങൾക്കുള്ളിൽ 1-2 മിനിറ്റുകൾക്കുള്ളിൽ ആ രാഗത്തിന് അനുയോജ്യമായ മലയാള പദങ്ങൾ പ്രിയ കർത്താവ് ദാനമായി തരികയും ചെയ്തു. അങ്ങനെ ആത്മനാഥൻ ദാനമായി നൽകിയ പാട്ടത്ര എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ദിനംതോറും വന്ന് ആരംഭിക്കുന്ന ഗാനം. ആ ഗാനവരികൾ പാടും തോറും പുതുശക്തിയും പുതിയ ബലവും പ്രാപിച്ച് എന്നിൽ നിന്ന് ദിവ്യകര ദർശനം അപ്രത്യക്ഷമായി 1-2 മിനിറ്റുകൾക്കുള്ളിലാണ് എൻ പ്രിയം വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന ആ ഗാനത്തിന്റെ ആനന്ദജനവും കോറസും ആത്മനാഥൻ പ്രദാനം ചെയ്തത്. ഇടത്തെ കയ്യിൽ ഭാരമുള്ള പെട്ടിയും എടുത്തുകൊണ്ട് വലങ്കരത്തിൽ നിവൃത്തിയുടെയും പിടിച്ചുകൊണ്ട് അതിശക്തമായി പെയ്തുകൊണ്ടിരുന്ന കോടമഞ്ഞിൽ കൂടെ വയനാടൻ ഗ്രാമീണ പാതയിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഓടിക്കയറി ഇറങ്ങിപ്പോകുവാനും 9:25 യോഗസ്ഥലത്ത് എത്തിച്ചേരുവാനും ഇടയായി. പ്രിയ ദൈവമക്കളെ, ആ ഫ്രാൻസിസ് വാളായ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മനാഥനെ മഹത്വീകരിപ്പാനും ഇടയായി. അങ്ങനെയാണ് ആത്മനാഥൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന ഗാനം പ്രദാനം ചെയ്തത്. 1978 മാരാമൺ കൺവെൻഷനിൽ ഈ ഗാനം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ വർഷത്തെ ഏറ്റവും ജനശക്തി ആകർഷിച്ച ഗാനമായി പ്രസ്തുത ഗാനം അംഗീകരിക്കപ്പെട്ടു. ആൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം നിലയം ഈ ഗാനമാണ് റേഡിയോ റിപ്പോർട്ടിൽ
പ്രസിദ്ധീകൃതമാക്കി പ്രക്ഷേപണം ചെയ്തു. ഈ ഗാനം എഴുതുവാനിടയായ രചനാസാഹചര്യത്തെ കുറിച്ച് സാക്ഷിക്കുവാൻ ഗായക സംഘ നേതാവായിരുന്ന KP ഫിലിപ്പച്ചൻ ബലഹീനനായി എന്നെ ക്ഷണിച്ചു. ഇതിലൂടെ കൊല്ലം കാനറ ബാങ്ക് ഓഫീസിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയി. തലേ ശനിയാഴ്ച വീട്ടിൽ നേരത്തെ വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കോടഞ്ചേരിയിലുള്ള എന്റെ മാവിയുടെ വീട്ടിൽ പോയി പാർത്തിട്ട് പിറ്റേ ദിവസം കൺവെൻഷന് കൂടാനുള്ള പ്ലാനായിരുന്നു. വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു പേപ്പെട്ടി എന്നെ ഓടി വന്ന് കടിക്കുകയും എന്നെയും മറ്റു 11 പേരെയും ആ പേപ്പെട്ടി ക്രൂരമായി കടിക്കുകയും ഞങ്ങൾ 12 പേർ പേപ്പെട്ടി വിഷബാധയേറ്റവരായി തീരുകയും ചെയ്തു. അങ്ങനെ പേപ്പെട്ടി വിഷബാധയേറ്റ് ഞാനും മറ്റ് 11 പേരും വേദനിക്കുമ്പോൾ പ്രിയ കർത്താവിന്റെ ആലോചനയും പ്രകാരം ആത്മനാഥൻ ദാനമായി നൽകിയ പാട്ടത്രേ ആപത്ത് വേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്ത എന്നെ യേശു എന്ന ഗാനം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആത്മനാഥന് വേണ്ടി പൂർണ്ണമായി സമർപ്പിതനായി അക്രൈസ്തവരായ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കാനറ ബാങ്ക് തൃപ്പൂണിത്തുറ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ പൂർണ്ണ സമയം സുവിശേഷത്തിന് വേണ്ടി കൊതിച്ച് കാത്തു കഴിയുന്ന ആയിരക്കണക്കിന് 10,000 ക്രൈസ്തവരായ കുഞ്ഞുങ്ങളുടെ സുവിശേഷീകരണത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഏൽപ്പിക്കുവാനും ഇടയായി. വേല വിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വിമർശനങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുകൊണ്ട് എന്റെ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അമേരിക്കക്കാരനായ ജഡ്സൺസ് വാൻഡി വെൻറ്റർ എന്ന കർത്തൃദാസൻ രചിച്ച ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന പാട്ട് വിവർത്തനം ചെയ്യുവാനായിട്ടിടയായത്. 1982 ഒക്ടോബർ മാസം 17-ാം തീയതി ചങ്ങനാശ്ശേരി എന്ന കരുനാഗപ്പള്ളിയിലേക്ക് ഒരു പാസഞ്ചർ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിന്റെ വിൻഡോ സീറ്റിൽ ഞാൻ പ്രാർത്ഥനാ നിരതനായി ഇരിക്കവേ ആത്മനാഥന്റെ വീണ്ടും വരവിനെ കുറിച്ച് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 82 ഒക്ടോബർ 17-ാം തീയതി ലിബറേഷൻ തിയോളജി അതിശക്തമായി വർദ്ധിതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അനവധി ബാലികാ ബാലന്മാർ ആ തെറ്റായ ഉപദേശങ്ങളിലേക്ക് ആകൃഷ്ടരായി വഴുതി വീഴുന്നത് കണ്ട് വേദനിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിക്ക് പോലും പാടാവുന്ന രാഗത്തിലും വാക്കുകളിലും ഒരു പുനരാഗമനകാലത്തിന്റെ വരികൾ അടിയുന്ന നാവിൽ തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ വിൻഡോ സീറ്റിൽ ഇരിക്കവേ ട്രെയിനിന്റെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നീലമഹായസുരൊരു വെൺമേഘം കടന്നു പോകുന്നത് കാണാനായിട്ടിടയായി. എന്റെ അരുമനാഥൻ കടന്നു വരുന്ന മേഘവും കർത്തൃകാഹളധ്വനി മുഴങ്ങി കേൾക്കുമ്പോൾ ഹല്ലേലൂയ മധ്യവാനിലേക്ക് അരുമനാഥന്റെ സന്നിധിയിലേക്ക് പൂർവ്വ പശ്ചിമ ഉത്തര ദക്ഷിണ ദിക്കുകളെന്ന് വിശുദ്ധന്മാരും വിശുദ്ധമതികളും എത്തുന്ന മേഘങ്ങളും സന്ധിക്കുന്ന അനുഭവത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കവേ എന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുവാൻ തുടങ്ങി. വണ്ടി തിരുവല്ലായിൽ വന്നു നിന്നു യാത്രക്കാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് കാണാമായിരുന്നെങ്കിൽ അവരെ ആരെയും ശ്രദ്ധിക്കാതെ ആ മേഘത്തിലേക്ക് തന്നെ എന്റെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ടിരുന്നു. വണ്ടി ചെങ്ങന്നൂരിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അരുമനാഥൻ എന്റെ നാവിലൊരു പുത്തൻ രാഗം പ്രദാനം ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ രാഗത്തിന് അനുയോജ്യമായ മലയാള പദങ്ങൾ ആത്മനാഥൻ ദാനമായി നൽകി എന്നുള്ളത് പറയുന്നു. ആ പാട്ടിന്റെ രചന കായങ്ങളും ശേഷവും അടുക്കാറായപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു. എന്റെ കയ്യിൽ പേനയും പേപ്പറും ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും 10-30 മിനിറ്റ് എടുക്കും കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തുവാൻ. കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തുവോളം ആ പാട്ടിന്റെ വരികൾ ആവർത്തിച്ച് പാടി ഞാൻ ഹൃദയസ്ഥമാക്കി. ട്രെയിൻ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നു. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി സ്കൂട്ടറെടുത്ത് വീട്ടിലേക്ക് പോകാതെ റെയിൽവേ സ്റ്റേഷൻ ഹെഡ് മാസ്റ്റർ ഐസക് സാറിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ മൂത്തപുത്രന്റെ സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ടത്രേ മൽപ്രിയനെ എന്നീശു നായകനെ എപ്പോൾ വരും എന്ന ഗാനം. 1986 നെഹ്റു സ്റ്റേഡിയത്തിൽ, കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ബ്രദർ ദിനകരന്റെ ക്രൂസേഡിൽ യുണൈറ്റഡ് ഗായക സംഘം അനവധി ഗാനങ്ങൾ പാടിയെങ്കിലും ബ്രദർ ദിനകരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം മൽപ്രിയനെ എന്നുള്ള പാട്ടായിരുന്നു. അവസാന യോഗത്തിൽ ഏകദേശം 5 ലക്ഷം പേർ തിങ്ങി നിറഞ്ഞതായിട്ടുള്ള സദസ്സിൽ ആ സ്റ്റേജിൽ നിന്ന്
ഈ പാട്ടിന്റെ വരികൾ പാടുവാൻ ജീസസ് കോൾസ് ടീമിന്റെ നിർബന്ധ പ്രകാരം നിയോഗിക്കപ്പെട്ടു. സ്റ്റേജിൽ വന്ന 5 ലക്ഷം പേർ തിങ്ങി നിറഞ്ഞതായ സദസ്സിൽ നിന്നുകൊണ്ട് സംഗീതം പഠിക്കാത്തതായിട്ടുള്ള ബലഹീനനായ എന്നെ കൊണ്ട് ആത്മനാഥന പാട്ടിന്റെ വരികൾ പാടിപ്പിക്കുമ്പോൾ ലിബറേഷൻ കോട്ടകൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ കർത്താവിന്റെ കൃപയാൽ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന പാട്ടും മൽപ്രിയനെ എന്നുള്ള പാട്ടും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യുവാൻ പ്രിയ കർത്താവിനെ സഹായിച്ചു. ദൈവവേ, ഞാൻ രചിച്ചതായിട്ടുള്ള ഗാനങ്ങൾ മലയാള മനോരമ, ആത്മീയാത്ര TV, പവർ വിഷൻ TV ഇവയൊക്കെയും അറേഞ്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ഫോർമാറ്റ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയുന്നതാണ്. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന ലിങ്ക് സെർച്ച് ചെയ്താൽ മതിയാകും. UAE യൂത്ത് യൂണിയനിൽ പെട്ട എല്ലാ അംഗങ്ങളെയും ഞാൻ അനുമോദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയ സാംസൺ സാമാലിനെ പോലെയുള്ള നല്ല നല്ല സുവിശേഷഗാന രചയിതാക്കളെ UAE നിന്ന് ക്രൈസ്തവ കൈരളിക്ക് പ്രയോജനപ്രദമാക്കി തീർക്കുവാൻ യൂത്ത് യൂണിയൻ മുഖാന്തരമായി തീരുന്നതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആസാപ്പിന്റെ ദൈവമായ കർത്താവിൽ അചഞ്ചലമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ അനുഗ്രഹങ്ങളാക്കുവാൻ, നമ്മുടെ ക്രൂശുകളെ കിരീടങ്ങളാക്കുവാൻ, നമ്മുടെ മാനസിക സംഘർഷങ്ങളെ സന്തോഷപ്രദമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവത്തിനും ദൂതിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തുടർ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് ഹല്ലേലൂയ വോയിസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരാ, പിൻപിൽ വൻവൈരി പിൻഗമിച്ച. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരാ, പിൻപിൽ വൻവൈരി പിൻഗമിച്ച. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കേരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും.
എരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും സറഫത്തുരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സറഫത്തുരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഏക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഗാനസന്ധ്യയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മ്യൂസിക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. സംഗീതം ദൈവത്തെ സ്തുതിക്കുന്നതിനും, സംഗീതം ദൈവം നൽകിയ വിടുതൽ മൗക്തീകരിക്കുന്നതിനും, സംഗീതം ദുഃഖ മനസ്സുകളെ ആശ്വസിപ്പിക്കുന്നതിനും, സംഗീതം ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതിനും, സംഗീതം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷം നൽകുന്നതിനുമാണ്. അത്തരം അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ ഈ സന്ധ്യയിൽ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടർന്നും ആ അനുഗ്രഹീതമായ ഗാനങ്ങൾക്ക് മുൻപാകെ നമുക്കായിരിക്കാം. സെന്റ് തോമസ് എവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ജനറൽ കൺവെൻഷനിൽ UAE സെന്ററിൽ നിന്ന് അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ഉൾപ്പെടുത്തുകയുണ്ടായി. അതിലൊന്നാമത്തെ ഗാനം കൃപമതിനാഥ കൃപമതിയെ എന്ന ഈ അനുഗ്രഹീതമായിട്ടുള്ള പ്രത്യാശ നിറഞ്ഞ ഗാനം രചിച്ചിരിക്കുന്നത് മിസ്റ്റർ ടിനോ തോമസ്. അതിന് സംഗീതം നൽകിയിരിക്കുന്ന ഗർഷോം സാംസൺ. ആ അനുഗ്രഹീതമായ ഗാനം നമുക്ക് വേണ്ടി ഇപ്പോൾ ദുബായ് പാരിഷ് യൂത്ത് യൂണിയൻ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2020 COVID-19 എന്ന മഹാരോഗത്തിൽ കൂടെ നാം ഓരോരുത്തരും കടന്നുപോയപ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിത ക്ലേശങ്ങൾ, വൻ ഭാരങ്ങൾ, ശത്രുവിൻ്റെ ഭയം ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒരു ഗാനം എഴുതണമെന്ന് ആഗ്രഹിക്കുകയും ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന വരികൾ എൻ്റെ ഡയറിയിൽ കുറിച്ചിടുകയും ചെയ്തു. പിന്നീട് അതൊരു ഗാനമായി രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും എൻ്റെ പ്രിയ സുഹൃത്ത് ഗർഷോം സാംസണുമായി കൂടി ആലോചിച്ച് ഈ വരികൾക്ക് ഈണം പകർന്നു തരുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ഗർഷോം സാംസണുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഈ ഗാനം ആലോചിപ്പാൻ
ദൈവം ലിഷ ചേച്ചിയെ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ഗാനം DMCയിൽ അയച്ചു കൊടുക്കുകയും 2021 ജനറൽ കൺവെൻഷനിൽ കൃപ മതി നാഥ കൃപ മതി എന്ന ഈ ഗാനം തിരഞ്ഞെടുക്കുകയും സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ 2021 ജനറൽ കൺവെൻഷനിൽ DMC ഈ ഗാനം ആലപിക്കുകയും ചെയ്തു. ഇത്തരണത്തിൽ DMCയിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി പാടുവാൻ എന്നെ ഇടയാക്കേണ്ടതിന് എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ ഗാനം നിങ്ങളുടെ മുമ്പിൽ ഗഷ്റോം സാംസണും ലിഷ ചേച്ചി ചേർന്നുകൊണ്ട് ആലപിക്കുന്നു. കൃപ മതി നാഥ കൃപ മതിയേ. കൃപമതി നാഥ കൃപമതി നിൻ കൃപമതി എനിക്കേശുവേ സ്വർഗീയ കൃപയാൽ നിറയ്ക്കണമേ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ കൃപമതി നാഥ കൃപമതി നിൻ കൃപമതി എനിക്കേശുവേ സ്വർഗീയ കൃപയാൽ നിറയ്ക്കണമേ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ ജീവിത ക്ലേശങ്ങൾ വൻഭാരങ്ങൾ ശത്രുവിൻ ഭയമോ നേരിടുമ്പോൾ ജീവിത ക്ലേശങ്ങൾ വൻഭാരങ്ങൾ ശത്രുവിൻ ഭയമോ നേരിടുമ്പോൾ ദിനവും നടത്തുന്ന പൊന്നുനാഥനെ സ്തുതിച്ചിടും ജീവകാലമെല്ലാം ദിനവും നടത്തുന്ന പൊന്നുനാഥനെ സ്തുതിച്ചിടും ജീവകാലമെല്ലാം കൃപമതി നാഥ കൃപമതി നിൻ കൃപമതി എനിക്കേശുവേ സ്വർഗീയ കൃപയാൽ നിറയ്ക്കണമേ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ സർവശക്തനാമൻ പ്രാണപ്രിയ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ സർവശക്തനാമൻ പ്രാണപ്രിയ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നിൻ കരുണയോ എത്ര ശ്രേഷ്ഠമേയത് കരുതിയ വിധങ്ങളെ ഓർത്തിടുന്നു നിൻ കരുണയോ എത്ര ശ്രേഷ്ഠമേയത് കരുതിയ വിധങ്ങളെ ഓർത്തിടുന്നു കൃപമതി നാഥ കൃപമതി നിൻ കൃപമതി എനിക്കേശുവേ സ്വർഗീയ കൃപയാൽ നിറയ്ക്കണമേ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ ദിനവും പരനെ സ്തുതിച്ചിടുവാൻ യേശുവിന്റെ വരവേറ്റും ആസന്നമായി. അനുഗ്രഹീതമായ ഒരു പ്രത്യാശയുടെ ഗാനം ചന്തങ്കേരി ഇടവകാംഗമായിരിക്കുന്ന മിസ്സസ് സിനി കെ ബിജി രചിക്കുകയും തന്റെ ഹസ്ബൻഡായിരിക്കുന്ന മിസ്റ്റർ വിജി കെ തോമസ് ആ ഗാനത്തിന് സംഗീത ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യും.
അനുഗ്രഹീതമായ ഗാനം ആലപിക്കുന്നതിനായി ഷാർജ പാരീഷിലെ യൂസി യൂണിയൻ അംഗങ്ങളെ ക്ഷണിക്കുകയും അതിൻ്റെ പശ്ചാത്തലവും വിവരിക്കുന്നതിനായിട്ട് മിസ്റ്റർ വിജി കെ തോമസിനെ ക്ഷണിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗാനങ്ങൾ എല്ലാ കാലവും മനുഷ്യരും ദൈവവുമായുള്ള സംസാരമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം കണ്ടുവരുന്നത്. ജീവിതാനുഭവങ്ങൾ ആണ് പലപ്പോഴും ഗാനങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധി മേഖലകളിലും സന്തോഷ അനുഭവങ്ങളിലും ദൈവിക മുഖം കണ്ടുകൊണ്ട് ദൈവത്തിൽ ഉള്ള പ്രത്യാശയിലും സന്തോഷത്തിലും നിലനിൽക്കുവാൻ അത് നമ്മെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തന്മാരായ അനേകരുടെ ഗാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമക്കൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെയും കുടുംബജീവിതത്തിൽ ഈ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം രുചിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഗാനരൂപേണ ദൈവവുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്കും അനവധി അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവിക ദർശനം കണ്ട് ഉണരുവാനും ആ ദൈവിക സാന്നിധ്യം വാക്കുകളിലൂടെ അനുഭവിച്ചറിയുവാനും അനേക സന്ദർഭങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അനേക പാട്ടുകൾ എഴുതുവാൻ ഇടയായിട്ടുണ്ട്. എങ്കിലും 2013 മുതൽ ആണ് ഞങ്ങൾക്ക് ദൈവം നൽകിയ പാട്ടുകൾ സഭയുടെ സംഗീത വിഭാഗമായ DMC വഴി പ്രസിദ്ധീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവനാമോഹത്തിനായി ഇടയാക്കി തീർന്നത്. അതിൽ ഏതാനും ചില ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ. ഏതാനും ചില ഗാനങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. 2013 ആദ്യമായി DMCയിൽ കൂടെ ഞങ്ങൾക്ക് അത് പാട്ട് കൊടുക്കുവാൻ സാധിച്ചത് നാഥ ഞങ്ങൾ വരുന്നു എന്നുള്ള പാട്ടാണ്. രണ്ടാമതായ പ്രതികൂല കാറ്റിനാൽ ആടി ഉലയുമ്പോൾ എന്ന പാട്ട് ദൈവനാമോഹത്തിനായി പാടുവാനും കൊടുക്കുവാനും ഇടയായി. പിന്നെ സ്വർഗീയ ദർശനവും നാഥന്റെ ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കും അനുജ ഇടയനില്ലാതെ അലഞ്ഞു പോയപ്പോൾ യേശുവിന്റെ വരവേറ്റം ആസന്നമായി. ഇങ്ങനെ 7 പാട്ടുകൾ ദൈവകൃപയാൽ ദൈവനാമ മഹത്വത്തിനായി ഈ കഴിഞ്ഞ നാളുകളിൽ സഭയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകുവാൻ DMC മൂലം ഞങ്ങൾക്ക് ഇടയായി. അതിൻ്റെ അകത്ത് പ്രതികൂല കാറ്റ് എന്ന പാട്ട് എഴുതുന്ന സമയത്താണ് ജീവിതത്തില് ഞങ്ങൾക്ക് ദൈവം പാട്ട് മുഖേന ഞങ്ങളെ ദൈവം ഒരു പ്രതികൂലം ഞങ്ങളെ അറിയിച്ചെങ്കിലും അതിനുശേഷം ഒരേ ദിവസം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വൈഫാണ് ഈ പാട്ടുകളൊക്കെ എഴുതുന്നത്. അവളാണ് ഈ പാട്ടുകളൊക്കെ എഴുതി ചിട്ടപ്പെടുത്തുന്നതെങ്കിലും അത് ട്യൂൺ ചെയ്യുന്നത് ഞാനാണ്. ഈ ഒരേ ദിവസം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അമ്മാച്ചനും അവളുടെ അമ്മാച്ചനും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ പാട്ടിൻ്റെ അകത്ത് ഒരു വരി ഇപ്രകാരം പറയുന്നു: ജീവിതയാത്രയിൽ ലോകത്താങ്ങുകൾ മാറിപ്പോയിടും. ഇത് മരണത്തിന് മുമ്പേ ദൈവം ഞങ്ങൾക്ക് തന്ന വരികളാണ്, ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന വരികൾ. അതുപോലെ 2017 പാട്ടാണ് തിരിഞ്ഞു നോക്കൂ മനുജ പോയ നിമിഷങ്ങളെല്ലാം. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിലോ പപ്പായും മമ്മിയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ അപകടത്തിൽ അവർ പെടുകയും പപ്പ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പപ്പായുടെ നില വളരെ ഗുരുതരമാവുകയും ലോകത്തു നിന്ന് മാറ്റപ്പെടും. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. മാറ്റപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ എത്തിയപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരം അവിടെ പ്രവർത്തിക്കുകയും ആ പാട്ടിൽ ഇപ്രകാരം പറഞ്ഞു: പോയ നിമിഷങ്ങളിൽ മരണത്താഴ്വരയിൽ നീറും വേളകളിൽ നാഥന്റെ കൃപയേറ്റം അനുഗ്രഹമായിരുന്നുവെന്ന്. ആ പാട്ടൊക്കെയും ദൈവം തന്ന ഗാനങ്ങൾ പാടുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ നടത്തി. ജീവിതയാത്ര അതിൽ ലോകത്താങ്ങുകൾ മാറിപ്പോയിരുന്നു എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോഴും പല സാഹചര്യങ്ങളിലും ചില താങ്ങുകൾ മാറിപ്പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങി നടത്തിയ വിധങ്ങൾക്കായി ഈ തരുണിയിൽ നന്ദി കരയുന്നു. ഈ ഗാനങ്ങളൊക്കെയും ചില മണിക്കൂറുകൾ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഉരുത്തിരിഞ്ഞ് വന്നവയല്ല. പലതരങ്ങളായ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കയ്യിൽ ലഭ്യമാകുന്ന തുണ്ടുപേപ്പറുകളിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതി വെച്ച് പിന്നീട് അത് ജീവിത അനുഭവങ്ങളാകുമ്പോൾ ഗാനങ്ങളായി ചിട്ടപ്പെടുത്തി എടുത്തവയാണ്. 2019 നവംബർ മാസം അവസാനം മുതൽ ലോകത്തിൽ പ്രതീക്ഷിക്കാത്തതായ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ സാഹചര്യങ്ങളെയും വചനത്തിലെ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെയും ലക്ഷണങ്ങളും ആയി തുലനം ചെയ്താൽ യേശുവിന്റെ വരവിന്റെ സമയം ഏറ്റവും ആസന്നമായി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ദൈവത്തിലുള്ള വിശ്വാസവും അങ്ങനെയുള്ള പ്രത്യാശയും ആണല്ലോ. യേശുവിനോടുകൂടെ സ്വർഗത്തിലെ നിത്യവാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത്
നയിക്കുന്നതും വചനത്തിലെ അടിസ്ഥാന സത്യങ്ങളെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ നിലനിൽക്കുന്നവർക്കായാണ് ജീവന്റെ കിരീടം പ്രാപിക്കുവാനായി യേശുവിന്റെ വലതുഭാഗത്ത് നിൽക്കുവാൻ അവസരം ലഭ്യമാകുക. ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. കഴിവുള്ളിടത്തോളം ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, അനേക ദൈവമക്കൾക്കും ഈ അവസരം ലഭ്യമായി തീരണം. ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഇതിലേക്ക് മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നതായ ഒരു സന്ദേശം കൂടിയാണ് ഈ ഗാനം. ഈ ഗാനങ്ങളെല്ലാം തന്നെ പുറത്തിറങ്ങുവാൻ കാരണമായി തീർന്നത് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ സംഗീതവുമായ വിഭാഗമായ DMC ആണ്. പ്രത്യേക ഇങ്ങനൊരു സാഹചര്യം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഷാർജ യൂത്ത് യൂണിയനോടുള്ള നന്ദിയും പ്രത്യേക സെക്രട്ടറിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവമക്കൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. വിവിധങ്ങളായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈ ചൂളയിൽ വാഴാതെ നിൽക്കുവാനുള്ള കൃപ തന്നെ ദൈവം നടത്തേണ്ടതായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തുടർന്നും ഗാനങ്ങൾ എഴുതുവാനും അത് ട്യൂൺ ചെയ്യുവാനും ഒക്കെ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ വരവേറ്റ വസന്തമായി ഉണർന്നിടുക, ഒരുങ്ങിടുക. യേശുവിന്റെ വരവേറ്റ വസന്തമായി ഉണർന്നിടുക, ഒരുങ്ങിടുക. കേട്ടോ നിൻ കാതിലിമ്പനാദം, കേട്ടോ നിൻ നാഥന്റെ ശബ്ദം, കേട്ടോ നിൻ കാതിലിമ്പനാദം, കേട്ടോ നിൻ നാഥന്റെ ശബ്ദം. ഈ ലോകം നശ്വരം, ലോകം ശാശ്വതം, ഇവിടെയുള്ള സമാധാനം. ഈ ലോകം നശ്വരം, ലോകം ശാശ്വതം, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള സമാധാനം. വിളക്കിലെണ്ണ നിറച്ചും കൊണ്ട് കാവളനാദം കേട്ടിടുമ്പോൾ, വിളക്കിലെണ്ണ നിറച്ചും കൊണ്ട് കാവളനാദം കേട്ടിടുമ്പോൾ, വിശ്വസ്തരേ നീതിമാനേ എന്ന വിളിക്കു നാം യോഗ്യരാകുന്നു. വിശ്വസ്തരേ നീതിമാനേ എന്ന വിളിക്കു നാം യോഗ്യരാകുന്നു. ഈ ലോകം നശ്വരം, ലോകം ശാശ്വതം, ഇവിടെയുള്ള സമാധാനം. ഈ ലോകം നശ്വരം, ലോകം ശാശ്വതം, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള സമാധാനം. യോർദാനക്കരെ ചെന്നിടുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, യോർദാനക്കരെ ചെന്നിടുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ജീവകിരീടം നൽകിയെന്നേ നിർത്തിടും അവനെന്റെ വലതുഭാഗേ. ജീവകിരീടം നൽകിയെന്നേ നിർത്തിടും അവനെന്റെ വലതുഭാഗേ. യേശുവിന്റെ വരവേറ്റ വസന്തമായി ഉണർന്നിടുക, ഒരുങ്ങിടുക. യേശുവിന്റെ വരവേറ്റ വസന്തമായി ഉണർന്നിടുക, ഒരുങ്ങിടുക. കേട്ടോ നിൻ കാതിലിമ്പനാദം, കേട്ടോ നിൻ നാഥന്റെ ശബ്ദം, കേട്ടോ നിൻ കാതിലിമ്പനാദം, കേട്ടോ നിൻ നാഥന്റെ ശബ്ദം. ഈ ലോകം നശ്വരം,
നശ്വരം വേദോദം ശാശ്വതം ഇവിടെയുള്ള സമാധാനം ഈ ലോകം നശ്വരം വേദോദം ശാശ്വതം ഇവിടെയുള്ള സമാധാനം ഇവിടെയുള്ള സമാധാനം ഇവിടെയുള്ള സമാധാനം. അനുഗ്രഹീതമായ ഗാനങ്ങൾക്ക് മുൻപാകെ ആയിരിക്കാം. തുടർന്നുള്ള പാട്ടുകൾ ലീഡ് ചെയ്യുന്നതിനായി ഹല്ലേലൂയ വോയിസിനെ ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുകയും ചെയ്യും.
ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ. എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ എന്നാന്ത നീയുള്ളിലാശ്വാസമാ വൈകാതെ വന്നിടും എന്നാന്ത നീയുള്ളിലാശ്വാസമാ വൈകാതെ വന്നിടും എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ
മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ.
പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ മന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജന മശിഹ അവനത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ദേവൻ നീതിൻ സൂര്യൻ രാജാധിരാജന മശിഹ കോടി തന്തൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നീ തവിരവിൽ തൻ പ്രിയ സുതരേയ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ കോടി തന്തൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നീ തവിരവിൽ സുതരേയ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ I greet you in the name
of our Lord and Savior Jesus Christ. Let me take this precious moment to thank our Lord Almighty for allowing us to congregate here today and who has been with us since we started our programs from the start. First of all, I would like to thank our dear Achans, Reverend Saji George Achan, President of Stacy UAE Center, and Reverend Shiju Matthew Achan, Vice President of Stacy UAE Center, for providing the Youth Union with all the spiritual mentoring and support through their prayers and valuable advices. Next, I would like to thank Mr. Thomas Matthew, sir, who is the chief guest of today's meeting, for humbly accepting our invite and blessing us with his glorious testimony. Through your testimony, we would like to thank you, sir, for the valuable contribution through your songs, which has become evergreen hymn in our lips. Next, I would like to thank the team Hallelujah Voice for blessing us with wonderful songs and making this meeting a blessed and a joyous moment to be remembered. Thank you, Hallelujah team. Now, I would like to thank Reverend Jacob Thomas, Vicar Doha Parish, and Reverend John Matthew, Vicar Kuwait Parish, for also blessing us with their auspicious presence for this meeting. I would like to thank all the other Achans also who have attended our meeting today. Next, I would like to thank our UAE Center Youth Union Secretaries and Joint Secretaries, Dubai Parish, Mr. Jiten Kuriakos and Mr. Subin Sam, Sharjah Parish, Mr. Vinuti Chako, Rag Parish, Mr. Jobin James, Fujairah Parish, Mr. Nijo Jose. On behalf of UAE Center Youth Union, we thank you for all your unending and integral support. Next, I would like to thank Mr. Joseph Abraham, UAE Center Secretary, and all the other elders in respective positions who have rendered their prayers and support for today's meeting. Next, I would like to thank the YMCA and the UCPF and their representatives who have blessed us with their gracious presence in today's meeting. Next, I would like to thank Mr. Linu Manikunyi for the technical support and he has provided for this meeting. I would also like to thank Mr. Jeswin and his team for their wonderful effort to host this meeting. I would like to thank Mr. Colin Danny for providing all the necessary technical support to Thomas Matthew, sir, at his residence to attend this meeting. Next, I would like to thank all the participants for various programs for the UAE Center Youth Union and all our families, friends, brethren who have joined from each and every parish inside and outside UAE. Without you and your presence, this meeting wouldn't have been a success. Last but not the least, there is one person whom we cannot ignore, Mr. Subin Varghese, our UAE Center Youth Union Secretary. On behalf of everybody from UAE Center, I would like to thank you for your endless effort and dedication in conducting, organizing, and supervising this meeting with utmost precision and care. We are grateful for your dedication, Subin, and we believe you will be a blessing and a motivation for the youths of the Stacy UAE in the days ahead. With this, I would like to end my words, and may God bless you all tonight. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ 2 മണിക്കൂറിലധികമായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സംഗീതം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇളംകാറ്റിലും മുളന്തണ്ടിലും കൊടുങ്കാറ്റിലും തിരകളിലും തിരമാലകളിലും എല്ലാം അവിടുന്ന് സംഗീതം നിറച്ചിരിക്കുന്നല്ലോ. കർത്താവെ, കുരുവിയും കുയിലും എല്ലാം പാടി നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ അടിയങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്നിരിക്കുന്ന പ്രത്യേക കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖവേളകളിലും ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം കർത്താവിന്റെ മഹിമകളെ പാടി വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ദൈവസന്നിധിയിൽ കണ്ണുനീരോടും കൂപ്പുകൈയോടുമായിരിക്കുവാനും സംഗീതത്തിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഇന്നത്തെ ഈ പ്രോഗ്രാം ക്രമീകരിച്ച UAE യൂത്ത് യൂണിയനെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട കർത്താവ് പ്രസിഡന്റിനായി അവനെ സെക്രട്ടറി സുബിൻ വർഗീസിനായിട്ടൊക്കെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. കർത്താവ് UAEയിലുള്ള എല്ലാ ഇടവകളെയും കർത്താവ് യൂത്ത് യൂണിയനെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവും ദൈവമായുള്ളവയെ പ്രിയ തോമസ് മാത്യു സാറിനായിട്ട് ഞങ്ങൾ പ്രത്യേകം അങ്ങേ സ്തുതിക്കട്ടെ. ദൈവകൃപയിൽ നിറയപ്പെട്ടവനായി കർത്താവെ പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പ്രിയപ്പെട്ട നിന്റെ ദാസന്റെ ജീവിതത്തിനായിട്ടും ഗാനങ്ങൾക്കായിട്ടും അനുഭവങ്ങൾക്കായിട്ടും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് നിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും പാട്ടിൻ്റെതായുള്ള സാധ്യതകളും കർത്താവെ ഞങ്ങൾക്ക് കേൾക്കാനിടയതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ കൂടുതൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും പോരാട്ടങ്ങളാണ് നിന്റെ ദാസൻ പറഞ്ഞല്ലോ. കർത്താവെ, പോരാട്ടങ്ങളിൽ പതറാതെ തളരാതെ ദൈവകൃപയിൽ ബലപ്പെട്ടിരിക്കാൻ തുടർന്നും കർത്താവിന്റെ ദാസനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുള്ള ഹല്ലേലൂയ വോയിസിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിൽ പാടിയതിന്റെ മക്കൾക്കായി സ്തോത്രം. അതിന് ചുക്കാൻ പിടിക്കുന്നതിന്റെ മകനായിട്ട് സ്തോത്രം. ഇവരെ 4 പേരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ രചിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്ത പ്രിയ ടിനോയ്ക്കായിട്ട് ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു.
കർത്താവ് സിനിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് സംഗീതം കൊടുക്കുവാൻ തക്കവണ്ണം ഗർഷോമിനെയും വിജയം കർത്താവ് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് അധികം പ്രയോജനപ്പെടുവാൻ തുടർന്നും കർത്താവെ അനേക ഗാനങ്ങൾ ഇവരുടെ നാവുകളിൽ കർത്താവ് നൽകണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകിച്ച് YMCയുടെയും UCPFന്റെയും ഒക്കെ കർത്താവെ പ്രിയപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, അവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. യേശു കർത്താവെ പ്രത്യേകിച്ച് UAയിലുള്ള ഞങ്ങളുടെ അച്ഛന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രണ്ടുപേരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ കർത്താവ് ജേക്കബ് തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ മേലോട് കൃപകൾ പകരണം. കർത്താവ് ഞങ്ങളുടെ ഇടവുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവുകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവെ പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട അച്ഛന്മാരെയും അതുപോലെ തന്നെ ഇടവകയിലെ അംഗങ്ങളെയും കർത്താവെ, അതുപോലെ തന്നെ ഗൾഫിന്റെ പ്രദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിൽ നിന്നൊക്കെ കർത്താവ് പങ്കെടുത്തുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവ് ഞങ്ങളുടെ ആരാധന ദിവസമാണ്. കർത്താവെ, ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ഉണർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നൽകിയ ഈ നല്ല അവസരത്തിനും പകർന്ന കൃപയ്ക്കുമായി 1000 സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തിയുള്ള ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശ്വാസവും സമാധാനവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാവിധമായ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തി ഈ ലോക ജീവിതയാത്ര പൂർത്തീകരിച്ച് അവന്റെ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. സ്തോത്രം, സ്തോത്രം.